ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവതജ്ഞാന ഗംഗയിലേക്ക് സുസ്വാഗതം. ആരംഭിക്കാം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ച അർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മൽസരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോ വിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷദാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ
നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ നമ്മൾ ദശമസ്കന്ധത്തിലെ 66-ാം അധ്യായമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭാഗം നമ്മൾ 2 ക്ലാസ്സുകളെ കൊണ്ട് കണ്ടു കഴിഞ്ഞു. ഇനി അവസാന കുറച്ച് ഭാഗമാണ്. അപ്പോൾ അതൊന്ന് തീർത്ത് നമുക്ക് ബ്രേക്ക് ചെയ്യാം. അത് തീർത്തിട്ട് പോയാൽ സപ്താഹത്തിന് ഒരു സമാധാനം ഉണ്ടാവുമല്ലോ, അല്ലേ? ഏത് കാര്യവും നമ്മൾ പാതിയിൽ നിർത്തിട്ട് പോകുന്ന സുഖമില്ലല്ലോ. അപ്പോൾ അതൊന്നും തീർത്ത് തന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഉടനെ പുറപ്പെടും സപ്താഹത്തിന്. നാളെ മുതൽക്കാണ് സപ്താഹം. ഇന്ന് വൈകിട്ട് മാഹാത്മ്യമാണ്. നോക്കാം. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മുടെ സന്യാസിമാരുടെ ധർമ്മ സന്ദേശ യാത്രയുടെ ഓർഗനൈസിങ് മീറ്റിങ്ങുകളുടെ തിരക്കുകളായിരുന്നു. പിന്നെ ഞാൻ ഗംഭീരമായി പരിപാടി. ഇന്നലെ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു. ഫർദർ മേഖലാ സമ്മേളനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇന്നലെ രാത്രി അതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ 9 മണിയായി. ഞാൻ 7 മണിക്ക് ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചതാണ് പറ്റിയത്. അതാണ് ഇന്നേക്കാക്കിയത്. അല്ലെങ്കിൽ ഇന്നലെ തന്നെ കഴിച്ചിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് 66-ാം അധ്യായം വായിക്കാം. എന്നിട്ട് കഥ തീർക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ षट्षष्टितमोऽध्यायः. ശ്രീശുക ഉവാച. നന്ദവ്രജം ഗതേ രാമേ കരുഷാധിപതിർനൃപ വാസുദേവോഹമിത്യജ്ഞോ ദൂതം കൃഷ്ണായ പ്രാഹിണോത്. ത്വം വാസുദേവോ ഭഗവാൻ അവതീർണോ ജഗത്പതിഃ ഇതി പ്രസ്തോഭിതോ ബാലൈഃ മേന ആത്മാനമച്യുതം. ദൂതം ച പ്രാഹിണോന്മന്ദഃ കൃഷ്ണായ അവ്യക്തവത്മനെ ദ്വാരകായാം യദാ ബാലോ നൃപോ ബാലകൃതോ ബുധഃ. ദൂതസ്തു ദ്വാരകാമേത്യ സഭായാമാസ്ഥിതം പ്രഭും കൃഷ്ണം കമലപത്രാക്ഷം രാജസന്ദേശമബ്രവീത്. വാസുദേവോപതീർണോഹം ഏക ഏവ ന ചാപരഃ ഭൂതാനാമനുകമ്പാർത്ഥം ത്വം തു മിഥ്യാഭിധാം ത്യജ. യാനി ത്വം അസ്മച്ഛിന്നാനി മൗഢ്യാദ്വിവർഷി സാത്വത ത്യക്ത്വൈഹി മാം ത്വം ശരണം നോ ചേദ്ദേഹി മമാഹവം. ശ്രീശുക ഉവാച.
കത്തനം തദുപാകർണ്യ പൗണ്ഡ്രകസ്യാൽപമേധസഃ ഉഗ്രസേനാദയഃ സഭ്യാ ഉച്ചകൈർജഹസുസ്തദ് ഉവാച ദൂതം ഭഗവാൻ പരിഹാസകഥാമനു ഉത്സൃക്ഷ്യേ മൂഢചിഹ്നാനി യൈസ്ത്വമേവം വിഗത്തസേ മുഖം തദഭിധായാജ്ഞ കങ്കഗൃദ്രവടൈർവൃതഃ ശൈഷ്യസേ ഹതസ്തത്ര ഭവിതാ ശരണം ശുനാം ഇതി ദൂതസ്തദാക്ഷേപം സ്വാമിനേ സർവമാഹരത് കൃഷ്ണോപി രഥമാസ്ഥായ കാശീം ഉപജഗാമഃ പൗണ്ഡ്രകോപി തദുദ്യോഗമുപലഭ്യ മഹാരഥഃ അക്ഷൗഹിണീഭ്യാം സംയുക്തോ നിശ്ചക്രാമപുരാദ്രുതം തസ്യ കാശീപതിർമിത്രം പാർഷ്ണിഗ്രാഹോന്മയാ നൃപ അക്ഷൗഹിണീഭിസ്തിസൃഭിഃ അപശ്യത് പൗണ്ഡ്രകം ഹരിഃ ശങ്കാര്യസിഗദാശാർംഗശ്രീവത്സാദി ഉപലക്ഷിതം ബിഭ്രാണം കൗസ്തുഭമണിം വനമാലാ വിഭൂഷിതം കൗശേയവാസസീപീതേ വസാനം ഗരുഡധ്വജം അമൂല്യമൗല്യാഭരണം സ്ഫുരന്മകരകുണ്ടലം ദൃഷ്ട്വാ തമാത്മനസ്തുല്യവേഷം കൃത്രിമമാസ്ഥിതം യഥാ നടം രംഗഗതം വിജഹാസഭൃശം ഹരിഃ ശൂലൈർഗദാഭിഃ പരിഗൈഃ ശക്തിരഷ്ടിപ്രാസതോമരൈഃ അരയോ ഹരിം കൃഷ്ണസ്തു തത്പൗണ്ഡ്രകകാശിരാജയോഃ ബലം ഗജസ്യന്തനവാജിപത്തിമത് ഗദാസി ചക്രേഷു വിരാർദ്ദയദ്ഭൃശം യഥാ യുഗാന്തേ ഹുതഭുക് പൃഥക് പ്രജാഃ ആയോധനം മനസ്വിനാം ആക്രീഡനം ഭൂതപതേരിവോൽബണം അദാഹ പൗണ്ഡ്രകം ശൗരിഃ ഭോ ഭോ പൗണ്ഡ്രകയദ്ഭവാൻ ദൂതവാക്യേന മാമാഹ താന്യസ്ത്രാണി ഉത്സൃജാമി തേ ത്യാജയിഷ്യേഭിദാനം മേ യത്വയാജ്ഞമൃഷാധൃതം വ്രജാമി ശരണം തേദ്യ യതി നേച്ഛാമി സംയുഗം ഇതി ക്ഷിപ്ത്വാ സിതൈർബാണൈഃ വിരധീകൃത്യ പൗണ്ഡ്രകം ശിരോവൃശ്ചത്രധാംഗേന വജ്രേണേന്ദ്രോ യഥാ ഗിരേഃ തഥാ കാശിപതേ കായാത് ശിര ഉത്കൃത്യ പത്രിഭിഃ ന്യപാതയത് കാശിപുര്യാം പത്മകോശമിവാനിലഃ ഏവം മത്സരിണം ഹത്വാ പൗണ്ഡ്രകം സസഖം ഹരിഃ ദ്വാരകാമാവിശത് സിദ്ധൈഃ ഗീയമാനകഥാമൃതഃ സ നിത്യം ഭഗവദ്ധ്യാനപ്രധ്വസ്താഖിലബന്ധനഃ ബിഭ്രാണശ്ച ഹരേരാജൻ സ്വരൂപം തന്മയോഭവത് ശിരഃ പതിതമാലോക്യ രാജദ്വാരേ സകുണ്ഡലം കിമിദം കസ്യ വാ വക്ത്രം ഇതി സംശിഷ്യരേ ജനാഃ രാജ്ഞഃ കാശിപതേർജ്ഞാത്വാ महिष्यः पुत्रबान्धवाः पौराश्च हाहदा राजन् नादनादेति प्रारुदन् सुदक्षिणस्तस्य सुतः कृत्वा संस्थाविधिं पितुः निहत्य पितृहन्तारं यास्याम्यपचितिं पितुः इत्यात्मनाभिसन्धाय सोपाध्यायो महेश्वरं सुदक्षिणोऽर्चयामास परमेण समाधिना प्रीतो विमुक्ते भगवान् तस्मै परमदाद्भवः पितृहन्त्रिवदोपायं सवव्रे वरमीप्सितम् दक्षिणाग्निं परिचर ब्राह्मणैः सममृत्विजम् अभिचारविधानेन स चाग्निः प्रथमैर्वृतः साधयिष्यति सङ्कल्पम् अब्रह्मण्ये प्रयोजितः इत्यादिष्टस्तदा चक्रे कृष्णायाभिचरन् व्रति तदोऽग्निरुत्थितकुण्डाद् मूर्तिमान् अतिभीषणः तप्तताम्रशिखा श्मश्रुः अङ्गारोद्गारिलोचनः दंष्ट्रोग्रभ्रुकुटीदण्डकठोरास्य स्वजिह्वया आलिहन् सृक्किणी नग्नो विधुन्वन् त्रिशिखं ज्वलन् पद्भ्यां तालप्रमाणाभ्यां कम्बयन् अवनीदलं
സോഭ്യതാവത്മൃതോ ഭൂതൈഃ ദ്വാരകാം പ്രദഹന്തി സഹ തമാവിചാരദഹനം ആയാന്തം ദ്വാരകൗകസഃ വിലോക്യ തത്ര സുസർവേ വനദാഹേ മൃഗായതാം അക്ഷയീ സഭായാം ക്രീഡന്തം ഭഗവന്തം ഭയാതുരാഃ ത്രാഹി ത്രാഹി ത്രിലോകേശ വഹ്നേ പ്രദഹത പുരം ശ്രുത്വാ തജ്ജനവൈക്ലഭ്യം ദൃഷ്ട്വാ സ്വാനാം ച സാധ്വസം ശരണ്യഃ സംപ്രഹസ്യാഃ മാ ബൈഷ്ടേത്യ വിദാസ്മ്യഹം സർവസ്യാന്തർബഹിഃ സാക്ഷി കൃത്യാം മാഹേശ്വരീം വിഭുഃ വിജ്ഞായ തദ്വിഘാതാർത്ഥം പാർശ്വസ്ഥം ചക്രമാദിശത് തത്സൂര്യകോടിപ്രതിമം സുദർശനം ജാജ്വല്യമാനം പ്രളയാനലപ്രഭം സ്വതേജസാഖം കകുബോധരോദസി ചക്രം മുകുന്ദാസ്ത്രമദാഗ്നിമാർദ്ദയത് കൃത്യാനലഃ പ്രതിഹത സരദാംഗപാണേഃ അസ്ത്രൗജസാ സനൃപ ഭഗ്നമുഖോ നിവൃത്തഃ വാരാണസീം പരിസമേത്യ സുദക്ഷിണം തം സർത്തിഗ്ജനം സമദഹത് സുഹൃതോ വിചാരഃ ചക്രം ച വിഷ്ണോസ്തദനുപ്രവിഷ്ടം വാരാണസീം സാട്ടസബാലയാപണാം സഗോപുരാട്ടാലകോഷ്ടസങ്കുലാ സകോശഹസ്ത്യശ്വരദാന്നശാലാം ദഗ്ധ്വാ വാരാണസീം സർവാം വിഷ്ണോശ്ചക്രം സുദർശനം ഭൂയഃ പാർശ്വമുപാതിഷ്ഠത് കൃഷ്ണസ്യാക്ലിഷ്ടകർമ്മണഃ യയേതശ്രാവയേന്മർത്യഃ ഉത്തമശ്ലോകവിക്രമം സമാഹിതോ വാ ശൃണുയാത് സർവപാപൈഃ പ്രമുച്യത്തെ. ഹരി ഓം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ പൗണ്ഡ്രകാദിവദോ നാമ ഷഡ്ഷഷ്ടിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധം ഉത്തരാർദ്ധത്തിലെ 66-ാം അധ്യായം പൗണ്ഡ്രകാദിവധം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ അതിലെ പൗണ്ഡ്രകവധം വരെ വർണ്ണിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള കാശി ദഹനം എന്ന ഭാഗമാണ് ഇന്ന് പറയാനുള്ളത്. 29-ാം ശ്ലോകം വരെയാണ് പറഞ്ഞത് എന്നാണ് ഓർമ്മ. ശരിയല്ലേ? 29. ഓക്കെ. ഇനി 30 തൊട്ട് അവസാനം വരെ പറയാനുണ്ട്. ഇപ്പോൾ നമ്മൾ പൗണ്ഡ്രക വാസുദേവൻ്റെ കഥ എല്ലാവർക്കും കേട്ടിട്ടുള്ളവർക്കൊക്കെ ആവശ്യത്തിന് മനസ്സിലായിട്ടുണ്ടാവും. കരൂഷം എന്ന ദേശത്തിൻ്റെ അധിപതിയായിട്ടുള്ള രാജാവായിരുന്നു വാസുദേവൻ എന്ന പേരിലും അറിയപ്പെടുന്ന പൗണ്ഡ്രകൻ എന്നും വിളിക്കപ്പെടുന്നതായിട്ടുള്ള പൗണ്ഡ്രക വാസുദേവൻ. അദ്ദേഹത്തിൻ്റെ മന്ദബുദ്ധികളായ കൂട്ടുകാരെല്ലാം കൂടി അദ്ദേഹത്തെ പറഞ്ഞ് പ്രേരിപ്പിച്ചു, അങ്ങാണ് യഥാർത്ഥ വാസുദേവൻ എന്ന്. അങ്ങനെ സ്വയം വാസുദേവനാണെന്ന് കരുതി വാസുദേവൻ്റെ ലക്ഷണങ്ങളെല്ലാം വെച്ച് കെട്ടി
കൃത്രിമമായിട്ട് വാസുദേവനാണ് ഞാൻ എന്ന് ദേഹാഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള അദ്ദേഹമാണ് ഒരു ദിവസം ദ്വാരകയിലേക്കൊരു ദൂതനെ വിട്ടത് യഥാർത്ഥ വാസുദേവനോട് അറിയിക്കാൻ വേണ്ടി. എന്താണ്? ഞാനാണ് യഥാർത്ഥ വാസുദേവൻ, അങ്ങ് മിഥ്യ വേഷം കെട്ടി നടക്കുകയാണ്, അതിനെ ഉപേക്ഷിച്ച് കളയൂ, അതല്ലെങ്കിൽ എന്നോട് യുദ്ധത്തിനായി കൊണ്ടുവരൂ എന്നായിരുന്നു ദൂതൻ വഴി പൗണ്ഡ്രകൻ ആജ്ഞാപിച്ചത്. ഇത് കേട്ട സഭയിലുള്ള എല്ലാവർക്കും ചിരി വന്നു, എല്ലാവരും ചിരിച്ചു. ഭഗവാൻ ദൂതനോട് മറുപടി പറഞ്ഞു, അതെ അദ്ദേഹം ആവശ്യപ്പെട്ട ആയുധങ്ങളൊക്കെ ഞാൻ തിരിച്ചയക്കുന്നുണ്ട്, അതല്ലെങ്കിൽ അദ്ദേഹത്തെ ഞാൻ നേരിടുന്നുണ്ട്, യുദ്ധരംഗത്ത് കഴുകന്മാരാൽ ചുറ്റപ്പെട്ട് കൊത്തി വലിക്കപ്പെട്ട് കിടക്കുന്നതായിട്ടുള്ള അവനെ ഞാൻ കാണാൻ വരുന്നുണ്ട് എന്ന രീതിയിൽ ദൂതൻ വശമയച്ചു. ആ ദൂതൻ ഇവിടെ ചെന്ന് പറഞ്ഞു. ഭഗവാൻ തന്നെ ഒറ്റയ്ക്ക് ഒരു രഥത്തിൽ ഈ കാശി രാജ്യത്തേക്ക് പുറപ്പെട്ടു. ഭഗവാൻ കാശിയിലേക്ക് വന്ന് യുദ്ധം ചെയ്യാൻ വരണു എന്ന് മനസ്സിലാക്കിയ പൗണ്ഡ്രകൻ 2 അക്ഷൗഹിണി സൈന്യവുമായിട്ട് ഭഗവാനെ നേരിടാനായിട്ട് പുരിയിൽ നിന്ന് പുറത്തിറങ്ങി. അക്ഷൗഹിണീഭ്യാം സംയുക്തോ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതുകൊണ്ട് 2 അക്ഷൗഹിണീഭ്യാം ഇതിന് അർത്ഥം പറയുമ്പോൾ പറയാൻ വിട്ടുപോയതാണ്. ഇന്നിപ്പോൾ വായിക്കുമ്പോൾ തോന്നി, അത് പറഞ്ഞില്ലല്ലോ. അക്ഷൗഹിണീഭ്യാം ഏകവചനം, അക്ഷൗഹിണ്യ ദ്വിവചനമാണ് അക്ഷൗഹിണീഭ്യാം, ബഹുവചനം അക്ഷൗഹിണീഭിഹി. അത് അടുത്ത വരിയിൽ പറഞ്ഞിട്ടുണ്ട്. കാശി രാജാവ് വരുന്നത് 3 അക്ഷൗഹിണീഭി എന്നു. അപ്പോൾ 2 അക്ഷൗഹിണികളോട് കൂടി അദ്ദേഹം നേരിട്ടു. കാശി രാജാവ് സഹായിക്കാനായി പിന്നാലെ ചെന്നു 3 അക്ഷൗഹിണികളുമായിട്ട്. അങ്ങനെ ഭഗവാൻ ഇവനെ കണ്ടു, ഇവൻ്റെ വേഷവും ഭൂഷാദികളും ഒക്കെ കണ്ടു. തന്നെ പോലെ തന്നെ വേഷം കെട്ടി നിൽക്കുന്ന കൃത്രിമമായിരിക്കുന്ന അവനെ കണ്ട് രംഗത്തിലേക്ക് വരുന്നൊരു നടനെ പോലെ കണ്ട് ഭഗവാൻ ചിരിച്ചു പോകുന്നു. യഥാ നടം രംഗഗതം വിജഹാസ വൃശം ഹരിഹി. ഭഗവാന് നല്ല ചിരി വന്നു എന്നറിയാം, തൻ്റെ എന്താ പറയുക ഫേക്ക് അല്ലേ ആളെ കണ്ടിട്ട്, ഡ്യൂപ്ലിക്കേറ്റിനെ കണ്ടിട്ട്. എന്തായാലും പൗണ്ഡ്രകന്റെ സൈന്യം ഭഗവാനെ വളഞ്ഞ് ആക്രമിക്കാൻ തുടങ്ങി. ഭഗവാൻ പ്രളയകാലത്തെ അഗ്നിയെപ്പോലെ തൻ്റെ ആയുധങ്ങളെ കൊണ്ട് ആ സൈന്യത്തെയെല്ലാം നശിപ്പിച്ചു, ദഹിപ്പിച്ചു. അങ്ങനെ ആ യുദ്ധഭൂമി തന്നെ മൊത്തം മഹാദേവന്റെ ക്രീഡാഭൂമിയായ ശ്മശാന ഭൂമി പോലെ കാണപ്പെട്ടു എന്നൊക്കെ വർണ്ണിച്ചു. ഭഗവാൻ ആ പൗണ്ഡ്രകനോട് പറഞ്ഞു, ദൂതവാക്യം കൊണ്ട് നീ എന്ത് പറഞ്ഞുവോ അതേ ആയുധങ്ങൾ ഇതാ നിന്റെ നേരെ ഉത്സർജിക്കുന്നുണ്ട്, പിടിച്ചോളൂ. നിന്റെ പേരിനെ ഞാനിതാ കളയിക്കുന്നുണ്ട്. നീ മിഥ്യയായി ധരിച്ചിരിക്കുന്നത്. നീ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എൻ്റെ മുമ്പിലേക്ക് വന്ന് നീ ശരണം പ്രാപിക്കുക. ഇങ്ങനെയെല്ലാം ഭഗവാൻ അവനെ ആക്ഷേപിച്ചുകൊണ്ട് അസ്ത്രങ്ങളെ കൊണ്ട് അവൻ്റെ രഥത്തെ നശിപ്പിച്ചു. വിരധീകൃത്യ പൗണ്ഡ്രകം. പിന്നീട് ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് പർവ്വതങ്ങളുടെ ശിരസ് ഛേദിക്കും പോലെ ആ പൗണ്ഡ്രകന്റെ ശിരസിനെ ഭഗവാൻ ഛേദിച്ചു കളഞ്ഞു, തൻ്റെ രഥാംഗം അഥവാ ചക്രം കൊണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം കാശി രാജാവിൻ്റെ ശിരസിനെയും ഭഗവാൻ അസ്ത്രങ്ങളെ കൊണ്ട് ഛേദിച്ച് കാശിപുരിയിലേക്ക് അതിനെ പതിപ്പിച്ചു. ഒരു താമരമൊട്ട് കാറ്റിൽ ചെന്ന് വീഴും പോലെ കാശിപുരിയുടെ ഗോപുരദ്വാരത്തിൽ ചെന്ന് കാശിരാജാവിൻ്റെ ശിരസ്സും വീണു. ഭഗവാൻ താൻ വന്ന കാര്യം കഴിഞ്ഞ് ദ്വാരകയിലേക്ക് മടങ്ങിപ്പോയി. പൗണ്ഡ്രകനോ എപ്പോഴും ഭഗവാനെ തന്നെ മത്സരബുദ്ധിയോട് കൂടിയിട്ടാണെങ്കിലും ധ്യാനിച്ച് സ്വരൂപം ഹരേഹേ തന്മയോ അഭവത്. വിഭ്രാണശ്ച ഹരേ രാജൻ സ്വരൂപം തന്മയോ അഭവത്. ഭഗവദ്ധ്യാന പ്രധ്വസ്താഖില ബന്ധന. ഭഗവാനെ തന്നെ ധ്യാനിച്ച് അദ്ദേഹത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളെയും നശിപ്പിച്ചവനായിട്ട് ഹരിയുടെ രൂപത്തെ തന്നെ ഹൃദയത്തിൽ ധ്യാനിച്ച്
ഹരിയുടെ സ്വരൂപത്തെ തന്നെ പ്രാപിച്ചു. സാരൂപ്യം എന്നുള്ള മുക്തി അദ്ദേഹത്തിന് കിട്ടി എന്ന് പറഞ്ഞു. അങ്ങനെ ദേഹം എന്താ പറയുക, കൃഷ്ണനാണ് വാസുദേവനാണ് എന്ന് ചിന്തിച്ച് വാസുദേവ സാരൂപ്യം പ്രാപിച്ചു എന്ന് പറയണം. പിന്നീട് കാശി രാജാവിൻ്റെ ശിരസ് ആ ഗോപുരദ്വാരത്തിൽ പതിഞ്ഞ്, രാജദ്വാരത്തിൽ പതിഞ്ഞ് കണ്ട് ആരുടേതാണിത് എന്ന് അവിടെയുള്ള ജനങ്ങളെല്ലാം സംശയിച്ചു. ആ ഭാര്യമാര്, പുത്രബാന്ധവന്മാര്, പൗരന്മാരെല്ലാവരും വാവിട്ട് നിലവിളിച്ച് കരഞ്ഞു, ഇത് കാശി രാജാവിൻ്റെതാണ് എന്നറിഞ്ഞപ്പോൾ നാഥ നാഥ ഹതാ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എല്ലാവരും നിലവിളിച്ച് കരഞ്ഞു. അപ്പോൾ കാശിരാജാവിൻ്റെ പുത്രനായ സുദക്ഷിണൻ അച്ഛൻ്റെ സംസ്കാരകർമ്മം വേണ്ടതുപോലെ ചെയ്ത ശേഷം ഒരു പ്രതിജ്ഞ ചെയ്യും പോലെ പ്രഖ്യാപിച്ചു, നിഹത്യ പിതൃഹന്താരം യാസ്യാമ്യപചിതിം പിതുഹു. പിതാവിൻ്റെ ഹന്താവിനെ നിഹനിച്ച് എൻ്റെ അച്ഛനോടുള്ള കടം ഞാൻ വീട്ടും, അപചിതിയെ ഞാൻ പ്രാപിക്കും, അച്ഛനുള്ള തർപ്പണം ഞാൻ ചെയ്യും എന്ന മട്ടിൽ പ്രഖ്യാപിച്ചു. ഇങ്ങനെ സ്വയം നിശ്ചയിച്ചുകൊണ്ട് ഉപാധ്യായനോടുകൂടെ അഥവാ പുരോഹിതനോടുകൂടെ ആ സുദക്ഷിണൻ മഹേശ്വരം അർച്ചയാമാസ പരമേണ സമാധിന, മഹേശ്വരനെ അർച്ചിക്കാൻ ആരംഭിച്ചു നല്ല ഏകാഗ്ര ബുദ്ധിയോടെ. പ്രീതോ അവിമുക്തേ ഭഗവാൻ തസ്മൈ വരമദാദ്ഭവ. അവിമുക്തം എന്നത് കാശിയുടെ പര്യായമാണെന്ന് പറഞ്ഞു, ഓർമ്മിക്കുക. ആ അവിമുക്തത്തിൽ കാശിയിലെ ഭഗവാൻ പ്രീതനായിട്ട് ഭവൻ മഹാദേവൻ തസ്മൈ വരം അതാത്, അദ്ദേഹത്തിന് വരത്തെ ദാനം ചെയ്തു. പിതൃഹന്തൃ വധോപായം സവ്രേ വരമീപ്സിതം. എന്താണ് വരം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൻ ഈപ്സിതമായ വരം, അവൻ ആഗ്രഹിച്ച വരം എന്തായിരുന്നു? പിതൃഹന്തൃ വധോപായം, എൻ്റെ പിതാവിനെ ഹനിച്ചവനെ വധിക്കാനുള്ള ഉപായം പറഞ്ഞു തരൂ. ഇതി വരം വവ്രേ, ഈ വരമാണ് അദ്ദേഹം വരിച്ചത്, വേറൊന്നും വേണ്ട, എനിക്കിതാണ് വേണ്ടത് എന്ന് വരത്തെ വരിച്ചു എന്നാണ്. അതുവരെയാണ് നമ്മൾ കണ്ടത്. ശേഷം ഭഗവാൻ എന്ത് പറയുന്നു, എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത്, എന്ത് വരമാണ് കൊടുക്കുന്നത് നോക്കാം. ദക്ഷിണാഗ്നിം പരിചര ബ്രാഹ്മണൈ സമമൃത്വിജം അഭിചാരവിധാനേന സചാഗ്നി പ്രമഥൈർവൃതഃ സാധയിഷ്യതി സങ്കൽപ്പം അബ്രഹ്മണ്യേ പ്രയോജിതഃ ഇത്യാദിഷ്ടസ്തഥാ ചക്രേ കൃഷ്ണായാഭിചരൻ വ്രതീ. ദക്ഷിണാഗ്നിം പരിചര ബ്രാഹ്മണൈ സമമൃത്വിജം അഭിചാരവിധാനേന സചാഗ്നി പ്രമഥൈർവൃതഃ സാധയിഷ്യതി സങ്കൽപ്പം അബ്രഹ്മണ്യേ പ്രയോജിതഃ ഇത്യാദിഷ്ടസ്തഥാ ചക്രേ കൃഷ്ണായാഭിചരൻ വ്രതീ. അപ്പോൾ ആ പുരോഹിതനോട് കൂടിയിട്ടാണ് ഭഗവാനെ ഭജിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഭഗവാൻ എന്ത് പറഞ്ഞു കൊടുക്കുന്നു ഈ സുദക്ഷിണൻ എന്ന കാശിരാജാവിൻ്റെ പുത്രന്? ഋത്വിജം ദക്ഷിണാഗ്നിം ബ്രാഹ്മണൈഹി സമം അഭിചാരവിധാനേന പരിചര. ഉപായമാണ് ദക്ഷിണാഗ്നിം പരിചര, ഇതാണ് ഉപായം. ദക്ഷിണാഗ്നിം പരിചര, ദക്ഷിണാഗ്നിയെ പരിചരിച്ചാലും, ഇവിടെ യാഗശാല വിന്യാസം ചെയ്യുമ്പോൾ അതിലെ ഏറ്റവും തെക്ക് ഭാഗത്ത് വരുന്ന അഗ്നിയാണ് ദക്ഷിണാഗ്നി എന്ന് പറയുക. അപ്പോൾ അത് ആഭിചാരാദികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അഗ്നി കൂടിയാണ്. യാഗരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പല ഹോമങ്ങളും അതിലാണ് നടത്തുക, ശത്രുക്കളൊന്നും വന്ന് യാഗത്തെ ബാധിക്കാതിരിക്കാൻ. എന്നതുപോലെ ഏത് ആഭിചാരം ആരെയും നശിപ്പിക്കാൻ വേണ്ടി എന്തുദ്ദേശിച്ച് ചെയ്യണോ അതൊക്കെ ചെയ്യുന്നത് ഈ ദക്ഷിണാഗ്നിയിലാണ് എന്നാണ്. സാധാരണ സാത്വിക കർമ്മങ്ങൾക്കുള്ളതായിട്ടുള്ള അഗ്നിയെല്ലാം വടക്ക് ഭാഗത്തായിരിക്കും. ബ്രാഹ്മണരുടെയൊക്കെ അഗ്നിഹോത്രശാല, ബ്രാഹ്മണ ഗൃഹങ്ങളിൽ അഗ്നിഹോത്രം ചെയ്യുന്നതായിട്ടുള്ള
ഹോമകുണ്ടം നിത്യാഗ്നിഹോത്രം ചെയ്യുന്നതെല്ലാം വടക്കിനി എന്ന് പറയുന്ന വടക്ക് ഭാഗത്താണ് സ്ഥാനം. 4 കെട്ടായിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ അതിൽ 4 കെട്ടിൽ വടക്കിനി എന്ന് പറയുന്ന വടക്ക് ഭാഗത്ത് ഈ അഗ്നിഹോത്രത്തിനുള്ള കുണ്ടം ഉണ്ടാവും. ഇന്നൊന്നും ആരും അത് രക്ഷിക്കുന്നില്ല. പേരിന് പഴയ കാലത്തുള്ളതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതെന്തിനാന്ന് പോലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയുമോ എന്നറിയില്ല. എന്തായാലും ഇപ്പം ദക്ഷിണാഗ്നി എന്നുള്ളത് ആഭിചാരം ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇവിടെ ഋത്വിജം ദക്ഷിണാഗ്നിം, ഋത്വിക്കായിരിക്കുന്ന അല്ലെങ്കിൽ ഋത്വിക്കിനോട് ഉപദേശിച്ചു എന്നും എടുക്കാം. അല്ലെങ്കിൽ ഋത്വിക്കായിരിക്കുന്ന ദക്ഷിണാഗ്നി എന്ന് ദക്ഷിണാഗ്നിയുടെ വിശേഷമായിട്ടും പ്രയോഗിക്കാം. യജമാനന് വേണ്ടി പൗരോഹിത്യം ചെയ്യുന്ന ആളുകളെയാണ് ഋത്വിക്കുകൾ എന്ന് പറയുന്നത്. ഇവിടെ ദക്ഷിണാഗ്നിയും ആ ഒരു സ്ഥാനം അലങ്കരിക്കുന്നു എന്ന് താല്പര്യം. ഋത്വിജം ദക്ഷിണാഗ്നിം ബ്രാഹ്മണൈഹി സമം അഭിചാരവിധാനേന പരിചര. ബ്രാഹ്മണരോടുകൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഗുരുവേ വന്നിട്ടുള്ളൂ, ഋത്വിക്കേ വന്നിട്ടുള്ളൂ. ഇനിയും കൂടുതൽ ബ്രാഹ്മണരെയും കൂടി കൂട്ടിയിട്ട് ആ യാഗം, എന്ത് യാഗം? അഭിചാരവിധാനേന, അഭിചാരക്രമം അനുസരിച്ചിട്ടുള്ള ആ വിധികളനുസരിച്ചിട്ടുള്ള യാഗത്തെ പരിചര. അപ്പം ദക്ഷിണാഗ്നിയിലെ ഹോമത്തെ വളർത്തി അതിൽ ഋത്വിക്കായിരിക്കുന്ന ദേവതയെ പ്രീതിപ്പെടുത്തുക എന്നർത്ഥം. അപ്പോഴോ പ്രമദൈഹി വൃതഃ സഹ അഗ്നിഹി അബ്രഹ്മണ്യേ പ്രയോജിതഃ സങ്കല്പം സാധയിഷ്യതി. പ്രമദൈഹി വൃതഃ, മഹാദേവൻ പറയണ എൻ്റെ പ്രമദഗണങ്ങളാൽ ചുറ്റപ്പെട്ടവനായ ആ അഗ്നി, ദക്ഷിണാഗ്നി, അബ്രഹ്മണ്യേ പ്രയോജിതഃ, ബ്രാഹ്മണ പ്രിയനല്ലാത്തവനിൽ, ബ്രാഹ്മണനല്ലാത്തവനിൽ എന്നൊക്കെ അർത്ഥം. ബ്രഹ്മണ്യൻ എന്നാൽ ആ വേദത്തിൽ നിഷ്ഠയുള്ളവൻ, ബ്രഹ്മത്തിൽ നിഷ്ഠയുള്ളവൻ, ബ്രാഹ്മണരിൽ ബഹുമാനവും പ്രീതിയുമുള്ളവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പം അതൊന്നും ഇല്ലാത്തവനാണ് അബ്രഹ്മണ്യൻ. അപ്പോൾ അങ്ങനെയുള്ള ബ്രാഹ്മണരെ ബഹുമാനമില്ലാത്ത, വേദത്തെ ബഹുമാനിക്കാത്ത, സ്വയം ബ്രാഹ്മണനല്ലാത്ത എന്നൊക്കെ അർത്ഥത്തിൽ അബ്രഹ്മണ്യേ പ്രയോജിത, അങ്ങനെയുള്ളവരുടെ നേരെ പ്രയോഗിക്കപ്പെടുകയാണെങ്കിൽ ഈ അഗ്നി നിന്റെ സങ്കല്പം സാധയിഷ്യതി, നിന്റെ സങ്കല്പത്തെ അത് സാധിപ്പിച്ചു തരും. അപ്പൊ ഈ സുദക്ഷിണനുണ്ടോ ഭഗവാൻ ആരാന്നറിയുന്നു? ഭഗവാൻ ബ്രാഹ്മണനല്ല എന്നാണ് കരുതി വച്ചിരിക്കുന്നത്. ഭഗവാൻ എല്ലാവരും പറയും പോലെ യാദവ കുലത്തിലല്ലേ ജനിച്ചിരിക്കുന്നത്, എങ്ങനെ ബ്രാഹ്മണനാകും അല്ലേ? അപ്പം അങ്ങനെ ഒരിക്കലും ഭഗവാൻ കൃഷ്ണൻ ബ്രാഹ്മണനാകാൻ വഴിയില്ല. അതുകൊണ്ട് ഭഗവാന്റെ നേരെ പ്രയോഗിക്കാം എന്നുള്ളൊരു ധൈര്യം. വാസ്തവത്തിൽ ഭഗവാൻ ബ്രാഹ്മണനാണ്, ബ്രാഹ്മണോത്തമനാണ്. എവിടെ ജനിച്ചാൽ എന്താണ്? ഭഗവാന്റെ നിയമപ്രകാരം ബ്രാഹ്മണർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ യോഗ്യതകളും ഭഗവാനിലുണ്ട്. അപ്പം എന്തായാലും ബ്രഹ്മണ്യനാണ്, ബ്രാഹ്മണപ്രിയനാണ്, ബ്രാഹ്മണരെ പൂജിക്കുന്നവനാണ്. വേദങ്ങളിൽ എന്താ പറയുക, വേദങ്ങളെ ഭഗവാൻ തന്നെയാണ് ഉപദേശിച്ചത്. ആ വേദങ്ങളെ ഏറ്റവും അധികം രക്ഷിക്കുന്നവൻ, പരിപാലിക്കുന്നവനാണ് ഭഗവാൻ. എല്ലാ അർത്ഥത്തിലും ബ്രഹ്മണ്യനായ ഭഗവാനെ ഈ മൂഢൻ തെറ്റിദ്ധരിച്ചു. ഭഗവാൻ ആര്? വെറും ഒരു യാദവൻ എന്ന് തെറ്റിദ്ധരിച്ചു. അങ്ങനെയാണ് ഭഗവാനെതിരായിട്ട് ഈ ഇതിനെ പ്രയോഗിക്കുന്നത് എന്ന് പറയാം. ഒരു മിനിറ്റ്, രാഘവൻജി ഇവിടെ ആരോ വന്നിരിക്കണം. നാരായണ. അപ്പോൾ അബ്രഹ്മണ്യന്റെ നേരെ പ്രയോഗിച്ചാൽ ആ നിന്റെ സങ്കല്പത്തെ അത് സാധിച്ചു തരും എന്നാണ് ഭഗവാൻ വരം കൊടുത്തത്. ഭഗവാന്റെ വരത്തിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശമുണ്ട്, കണ്ടീഷനുണ്ട്.
പക്ഷെ അത് ചെവിക്കൊണ്ടില്ല, അത് മനസ്സിലാക്കിയില്ല എന്നർത്ഥം. ഇത് ആദിഷ്ട വ്രതി, ഇങ്ങനെ ആദേശിക്കപ്പെട്ടവനായ ആ വ്രതം, ദൃഢവ്രതനായിരിക്കുന്ന, യാഗത്തിനു വേണ്ടി ദീക്ഷ സ്വീകരിച്ചവനായിട്ടുള്ള ആ സുദക്ഷിണൻ കൃഷ്ണായ അഭിചരന് തഥാ ചക്രേ, കൃഷ്ണനെ ഉദ്ദേശിച്ചുകൊണ്ട് ആഭിചാരത്തെ ചെയ്യുന്നവനായിട്ട്. അപ്പോൾ കൃഷ്ണന്റെ നേരെ വേണം ഇത് വലിക്കാനെന്നുള്ള സങ്കല്പത്തോടെ, അല്ലേ? പുരോഹിതന്മാർ ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞു, ഇങ്ങനെ കൃഷ്ണനെ സങ്കല്പിച്ചുകൊണ്ട്, വാസുദേവൻ എന്നറിയപ്പെടുന്ന വസുദേവന്റെ പുത്രനായ കൃഷ്ണനെ, യാദവ പ്രമുഖനായ കൃഷ്ണനെ ഉദ്ദേശിച്ചുകൊണ്ട് നമുക്ക് ചെയ്യണമെന്ന് അഭിചാരത്തെ ചെയ്ത് തഥാ ചക്രെ, അപ്രകാരം ചെയ്തു. എന്നുവെച്ചാൽ ബ്രഹ്മണ്യദേവനായ ഭഗവാനെ അറിഞ്ഞില്ല എന്നർത്ഥം. തതോഗ്നിരുദ്ധിതകുണ്ടാത് മൂർത്തിമാൻ അതിഭീഷണഃ തപ്തതാമ്രശിഖാശ്മശ്രുഃ അംഗാരോദ്ഗാരിലോചനഃ ദംഷ്ടോഗ്രഭൃഗുഡീദണ്ഡകഠോരാസ്യഃ സ്വജിഹ്വയാ ആലിഹൻ സൃക്കിണീ നഗ്നോ വിദുൻവൻ ത്രിശിഖം ജ്വലന്. തതോഗ്നിരുദ്ധിതകുണ്ടാത് മൂർത്തിമാൻ അതിഭീഷണഃ തപ്തതാമ്രശിഖാശ്മശ്രുഃ അംഗാരോദ്ഗാരിലോചനഃ ദംഷ്ടോഗ്രഭൃഗുഡീദണ്ഡകഠോരാസ്യ സ്വജിഹ്വയാ ആലിഹൻ സൃക്കിണീ നഗ്നോ വിദിന്വൻ ത്രിശിഖം ജ്വലന്. തതഃ അഗ്നിഃ ഉത്തിതഃ കുണ്ടാത് മൂർത്തിമാൻ അതിഭീഷണഃ. അപ്പൊ തതഃ, ഈ യാഗം അല്ലെങ്കിൽ യജ്ഞം ചെയ്തപ്പോൾ, ഈ ഹോമം ചെയ്തപ്പോൾ, അനന്തരം അഗ്നിഃ ഉത്തിതഃ കുണ്ടാത്, ആ യാഗകുണ്ടത്തിൽ നിന്ന് അഗ്നി തന്നെ മൂർത്തിമാൻ ഒരു രൂപമെടുത്ത് ഉത്ഥാനം ചെയ്തു, പൊങ്ങി വന്നു. എങ്ങനെയുള്ള രൂപം? അതിഭീഷണ, അതിഭയങ്കരമായിട്ടുള്ള രൂപം ധരിച്ചുകൊണ്ട്. എന്തൊക്കെയാണ് ആ രൂപം എന്ന് പറയണത്? തപ്തതാമ്രശിഖാശ്മശ്രു അംഗാരോദ്ഗാരിലോചനഃ ദംഷ്ട്രോഗ്രഭൃഗുഡീദണ്ഡകഠോരാസ്യഃ. 3 വിശേഷണങ്ങളാണ്, വലിയ വലിയ വിശേഷണങ്ങൾ. തപ്തതാമ്രശിഖാശ്മശ്രു, തപ്തതാമ്രം എന്ന് വെച്ചാൽ തപിപ്പിക്കപ്പെട്ട, ചൂടാക്കിയ ചെമ്പ്, താമ്രം. ചെമ്പ് അല്ലെങ്കിൽ തന്നെ ചുവന്നിട്ടാണ്, അത് ഒന്നുകൂടെ ചൂടാക്കിയാലോ എങ്ങനെ ഇരിക്കും? അതുപോലെയുള്ള ശിഖയും ശ്മശ്രുവും, താടിമീശകളും ശിരസിലെ രോമങ്ങളും, അത് തപ്തതാമ്രവർണ്ണം, ജ്വലിക്കുന്ന ചെമ്പ് പോലെ, ചെമ്പിച്ച വർണ്ണം, അല്ലേ? അസ്തമയ സൂര്യന്റെ കിരണങ്ങൾ പോലെയൊക്കെ ഉള്ളതായിട്ടുള്ള ആ ഒരു വല്ലാത്ത ഭാവം. അപ്പോൾ ചെമ്പിച്ച രോമങ്ങളോട് കൂടിയവനായിട്ട്, ശിരോരോമങ്ങളും താടിമീശകളോടും കൂടിയവനായിട്ട്. ഇന്നത്തെ പിള്ളേരൊക്കെ ചെമ്പിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്, അല്ലേ? നല്ല കറുത്ത മുടിയെ എന്തൊക്കെയോ കുറെ കാശും കൊടുത്ത് ഇതുപോലെ രാക്ഷസന്മാരെ പോലെ ആക്കുന്നു, അസുരന്മാരെ പോലെ ആക്കുന്നു. തപ്തതാമ്രശിഖാശ്മശ്രു അംഗാരോദ്ഗാരിലോചനഃ. ലോചനം, കണ്ണ്. കണ്ണ് എങ്ങനെയുള്ളവനാണ്? അങ്കാര ഉദ്ഗാരി. അങ്കാരം എന്ന് പറഞ്ഞാൽ കനൽക്കട്ട, തീക്കനലിനെയാണ് അങ്കാരം എന്ന് പറയുക. അങ്കാരകൻ, നമ്മുടെ ചൊവ്വാഗ്രഹത്തിന്റെ മറ്റൊരു പേരാണ് അങ്കാരകൻ, ഭൗമൻ, അങ്കാരകൻ. അത് എന്താ പറയുക, ജ്വലിക്കുന്ന ഭാവമാണ്, തീക്കട്ട പോലെ. അപ്പൊ അങ്കാര ഉദ്ഗാരി, തീക്കനലിനെ പുറത്തേക്ക് പ്രസരിപ്പിക്കുന്ന പോലെയുള്ള, ചിതറുന്ന പോലെയുള്ള കണ്ണുകളോട് കൂടിയവനായിട്ട്, കത്തിജ്വലിക്കുന്ന കണ്ണുകളോട് കൂടിയവനായിട്ട്, അഗ്നി ചിതറുന്ന കണ്ണുകളോട് കൂടിയവനായിട്ട്. അങ്കാര ഉദ്ഗാരിലോചന ദംഷ്ട്രോഗ്ര ഭൃഗുഡീദണ്ഡ കഠോരാസ്യ. ഇപ്പോൾ ദംഷ്ട്രോഗ്രം, കോമ്പല്ലുകൾ പുറത്തേക്ക് തള്ളി ഉഗ്രമായിട്ട് നിൽക്കുന്നുണ്ട് ആസുരഭാവം. ഭൃഗുഡി, ഭൃഗുഡി എന്ന് പറഞ്ഞാൽ
പുരികക്കൊടികൾ വളഞ്ഞതായിട്ടുള്ള പുരികക്കൊടികളോട് കൂടിയവനും ഭൃകുടീ ദണ്ഡങ്ങൾ, അത് ദണ്ഡം പോലെ ഉള്ളതായിട്ടുള്ള കഠോരമായ ബീഭത്സമായ ആസ്യ മുഖത്തോടു കൂടിയവനും. അപ്പോൾ പുരികക്കൊടികളൊക്കെ ഞെളിഞ്ഞ് ദണ്ഡം പോലെയൊക്കെ വളഞ്ഞൊക്കെ നിൽക്കുന്നതായിട്ടുള്ള മുഖത്തോടു കൂടിയവനും. മൂർത്തിമാൻ, രൂപമെടുത്തിരിക്കുന്ന അഗ്നിഹി, ആ അഗ്നി ഉത്തിത പൊങ്ങി വന്നു. ഒരു അഗ്നിപുരുഷൻ, ഒരു കൃത്തിക എന്ന് പറയാം, അല്ലെങ്കിൽ അതുപോലെയുള്ള രൂപം. എന്നിട്ടോ സ്വജിഹ്വയാ സൃക്കിണീ ആലിഹൻ, അത് നാവ് നീട്ടിയിട്ടുണ്ട്. നാവ് നീട്ടിയിട്ട് സൃക്കിണി എന്ന് പറഞ്ഞ കോർവായകൾ രണ്ട്. സൃക്ക് ഏകവചനം, സൃക്കിണി ദ്വിവചനമായിട്ട്. അപ്പോൾ രണ്ട് കോർവായകളെയും നാവ് കൊണ്ടിങ്ങനെ നക്കുന്നവനായിക്കൊണ്ട് നമ്മളെ നരസിംഹമൂർത്തിയെ വർണ്ണിച്ചപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആലിഹൻ, ആലിഹനൻ നന്നായി നക്കുന്നവൻ എന്നർത്ഥം. കോർവായകളെ നാവ് കൊണ്ട് നക്കുന്നവനായിക്കൊണ്ട്. നഗ്നഹ, വസ്ത്രമൊന്നുമില്ലാത്ത രൂപമാണ്. ജ്വലന്, ജ്വലിക്കുന്നതായിട്ടുള്ള. ത്രിശിഖം വിദുൻവന്, മൂന്ന് കവർച്ചയുള്ള ശൂലത്തെ കറക്കിക്കൊണ്ട് എന്നർത്ഥം. വിദുൻവൻ, ചുഴറ്റിക്കൊണ്ട്, ശൂലം ചുഴറ്റിക്കൊണ്ടാണ് ഈ എന്താ പറയുക അഗ്നിപുരുഷൻ പൊങ്ങി വന്നത്, ദഹിപ്പിക്കാനുള്ള ജ്വാലകളോട് കൂടിയിട്ട്. പദ്ഭ്യാം താലപ്രമാണാഭ്യാം കമ്പയൻ അവനീതലം സോഭ്യതാവത് വൃതോ ഭൂതൈഹി ദ്വാരകാം പ്രദഹൻ ദിശഃ. പദ്ഭ്യാം താലപ്രമാണാഭ്യാം കമ്പയൻ അവനീതലം സോഭ്യതാവത് വൃതോ ഭൂതൈഹി ദ്വാരകാം പ്രദഹൻ ദിശഃ. താലപ്രമാണാഭ്യാം പദ്ഭ്യാം അവനീതലം കമ്പയന്, അവനീതലം കമ്പയൻ ഭൂമിയെ വിറപ്പിച്ചുകൊണ്ട്. എങ്ങനെ? പദ്ഭ്യാം, പാദങ്ങളെ കൊണ്ട്, രണ്ട് പാദങ്ങളെ കൊണ്ട്. എങ്ങനെയുള്ള രണ്ട് പാദങ്ങൾ? താലപ്രമാണങ്ങളായിരിക്കുന്ന രണ്ട് പാദങ്ങൾ. താലപ്രമാണം എന്ന് പറഞ്ഞാൽ താലം എന്നാൽ പന, താലവൃക്ഷം. അപ്പൊ പന പോലെ ഉന്നതങ്ങൾ എന്നർത്ഥം. പനയ്ക്ക് സമാനം വണ്ണവും ഉയരവുമൊക്കെ ഉള്ളതായിട്ടുള്ള ആ പാദങ്ങളെ കൊണ്ട് ഭൂമിയെ ചവിട്ടി മെതിച്ച് വിറപ്പിച്ചുകൊണ്ട്. പദ്ഭ്യാം അവനീതലം കമ്പയൻ ഭൂതൈഹി വൃതഃ, ഭഗവാന്റെ പ്രമദഭൂതങ്ങളാൽ ചുറ്റപ്പെട്ടവനായിട്ട്. ദിശഃ പ്രദഹന്, ദിക്കുകളെ മുഴുവൻ ദഹിപ്പിക്കുന്നവനായിക്കൊണ്ട്. സഹ ദ്വാരകാമഭ്യതാവത്, അവൻ ദ്വാരകയിലേക്ക് പ്രവേശിക്കുകയാണ്, ദ്വാരകയിലേക്ക് കുതിച്ചു പായുകയാണ്. അഭ്യതാവത് തം ആഭിചാരദഹനം ആയാന്തം ദ്വാരകൗകസഃ വിലോക്യ തത്ര സുസർവേ വനഗാഹേ മൃഗായധാം. തമാഭിചാരദഹനം ആയാന്തം ദ്വാരകൗകസഃ വിലോക്യ തത്ര സുസർവേ വനഗാഹേ മൃഗായധാം. ദ്വാരകൗകസഃ ആയാന്തം തം ആഭിചാരദഹനം വിലോക്യ വനദാഹേ മൃഗാഹ യഥാ സർവേ തത്ര സുഹു. ദ്വാരകൗകസഃ സർവേ തത്ര സുഹു, ദ്വാരകാവാസികൾ എല്ലാവരും തന്നെ ത്രസിച്ചു. ഇവിടെ ത്രസിക്കുക എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ട് വിറയ്ക്കുക. തത്ര സുഹു, ത്രാസം എന്നാൽ ഭയമാണ്. അപ്പൊ എല്ലാവരും ഭയപ്പെട്ട് വിറച്ചു എന്നാണ്. ദ്വാരകൗകസഃ, ദ്വാരക നിവാസികൾ എന്നർത്ഥം. ഓഗസ് വാസസ്ഥാനം. അപ്പൊ ദ്വാരക ആർക്കെല്ലാം വാസസ്ഥാനമോ ആ ജനങ്ങളെല്ലാം എന്ത് കണ്ടിട്ടാണ് അവർ ഭയപ്പെട്ടത്? ആയാന്തം തം ആഭിചാരദഹനം വിലോക്യ. ആയാന്തം തം, അവരുടെ നേർക്ക് ജ്വലിച്ചുകൊണ്ട് പാഞ്ഞു വരുന്നതായിട്ടുള്ള ആ ആഭിചാര അഗ്നിയെ, ദഹനനെ എന്ന് പറഞ്ഞാൽ അഗ്നിയെ, ആ അഭിചാരാഗ്നി വരുന്നത് കണ്ടിട്ട് വനദാഹേ മൃഗാഹ യഥ, കാട്ടുതീ പിടിച്ചാൽ മൃഗങ്ങളൊക്കെ എന്തായിരിക്കും അവസ്ഥ? കാട്ടിലെ നിലവിളിച്ചുകൊണ്ട് പ്രാണനും കൊണ്ട് പരക്കം പായും അല്ലേ? എവിടെ നോക്കിയാലും അവരെ അഗ്നി വളയുന്നത് പോലെ തോന്നും. രക്ഷപ്പെടാൻ വഴിയില്ലാത്ത പോലെ വാവിട്ട് നിലവിളിക്കും പാവങ്ങൾ. അങ്ങനെ വനദാഹത്തിൽ കാട്ടിൽ തീപിടിച്ചാൽ മൃഗങ്ങൾ പായും പോലെ ഈ ദ്വാരകാവാസികൾ എല്ലാവരും
ഭഗവാന്റെ അടുത്തേക്ക് പാഞ്ഞു വരികയാണ് ഭയപ്പെട്ടുകൊണ്ട്. അവര് എങ്ങനെയുള്ള ഭഗവാന്റെ അടുത്തേക്ക് വരുന്നു? ഭഗവാൻ ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് വരുന്നത്. അക്ഷൈഹി സഭായാം ക്രീഡന്തം ഭഗവന്തം ഭയാതുരാഹ ത്രാഹി ത്രാഹി ത്രിലോകേശ വഹ്നേ പ്രദഹതഃ പുരം. അക്ഷൈഹി സഭായാം ക്രീഡന്തം ഭഗവന്തം ഭയാതുരാഹ ത്രാഹി ത്രാഹി ത്രിലോകേശ വഹ്നേ പ്രദഹതഃ പുരം. ഭഗവാൻ സഭായാം അക്ഷൈഹി ക്രീഡന്തം ഭഗവന്തം. അക്ഷങ്ങൾ എന്നാൽ ചതുരംഗ എന്താ പറയുക, അതിൻ്റെ കരുക്കൾ. ആ കരുക്കളെ കൊണ്ട് കളിക്കുന്നവനായ, സഭയിൽ കളിക്കുന്നവനായ ഭഗവാനോട് ഭഗവന്തം ത്രിലോകേശ, അല്ലയോ 3 ലോകങ്ങളുടെയും നാഥനായിരിക്കുന്ന ഭഗവാനേ എന്ന് കരഞ്ഞുകൊണ്ട് പ്രദഹതഃ വന്യേഹേ പുരം ത്രാഹി ത്രാഹി, ദഹിപ്പിക്കുന്നതായിട്ടുള്ള ഈ അഗ്നിയിൽ നിന്ന് നമ്മുടെ ഈ പുരത്തെ, ഈ ദ്വാരകാപുരത്തെ രക്ഷിച്ചാലും രക്ഷിച്ചാലും എന്ന് ത്രാഹി ത്രാഹി ത്രിലോകേശ വന്യേഹേ പ്രദഹതഃ പുരമിതി ഭയാതുരാഹ, ഭയാതുരരായിട്ട് ഭഗവാന്റെ മുമ്പിൽ പറഞ്ഞു എന്നർത്ഥം. ശരണം പ്രാപിച്ചു എന്ന് താല്പര്യം. എല്ലാവരും, പ്രജകളെല്ലാം, ദ്വാരകാവാസികളെല്ലാം ഭഗവാന്റെ അടുത്തേക്ക് ചെന്ന് ദ്വാരകാപുരിയെ ഞങ്ങളെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞു. ശ്രുത്വാ തജ്ജനവൈക്ലഭ്യം ദൃഷ്ട്വാ സ്വാനാം ച സദ്വസം ശരണ്യഃ സംപ്രഹസ്യാഹ മാ ഭൈഷ്ടേതി അവിതാസ്മ്യഹം. ശ്രുത്വാ തജ്ജനവൈക്ലഭ്യം ദൃഷ്ട്വാ സ്വാനാം ച സാധ്വസം ശരണ്യഃ സംപ്രഹസ്യാഹ മാ ഭൈഷ്ടേത്യവിതാസ്മ്യഹം. തജ്ജനവൈക്ലഭ്യം ശ്രുത്വ. തജ്ജനം എന്ന് പറഞ്ഞാൽ ആ ജനങ്ങളുടെ, ദ്വാരകാവാസികളായ ഭഗവാന്റെ പ്രിയപ്പെട്ട ആ ജനങ്ങളുടെ വൈക്ലഭ്യത്തെ, വൈക്ലഭ്യം എന്ന് പറഞ്ഞാൽ പരവശത, ആ പരവശതയെ ശ്രുത്വ കേട്ടിട്ടും സ്വാനാം സ്വാദ്വസം ദൃഷ്ട്വാച, സ്വാനാം സ്വകീയാനാം സ്വന്തം ബന്ധുക്കളായ ദ്വാരകാവാസികളുടെ സാദ്വസം എന്ന് പറഞ്ഞാൽ ഭയം, അവർക്കുണ്ടായിരിക്കുന്ന ഭയത്തെ ദൃഷ്ട്വ കണ്ടിട്ടും, അവർ പേടിച്ച് വിറയ്ക്കുന്നത് കണ്ടിട്ടും എന്നർത്ഥം. ശരണ്യഃ, എല്ലാവർക്കും ശരണം കൊടുക്കാൻ ശക്തനായിരിക്കുന്ന ഭഗവാൻ, ശരണം പ്രാപിക്കാൻ യോഗ്യനായിട്ടുള്ള ഭഗവാൻ. സംപ്രഹസ്യ, ഭഗവാൻ എപ്പോഴും ചിരിയാണ്. ഇവരെല്ലാം അല്ലേ പ്രാണവേദന കൊണ്ട് നിലവിളിച്ച് കരയുമ്പോൾ ഭഗവാൻ ചിരിക്കുന്നു എന്ന് പറയാം. അതാണ് ഭഗവാന്റെ ആ ഒരു ആത്മവിശ്വാസം. താൻ ആരെന്നുള്ള ബോധം എപ്പോഴും ഉണ്ട്. തൻ്റെ വലിപ്പം എന്താണെന്നറിയാം. ഒന്നിനെക്കുറിച്ചും ഒരു സംശയവുമില്ല. സർവജ്ഞനാണ്. അപ്പം ആ സർവജ്ഞന്മാർക്ക് ഏത് പ്രതിസന്ധി വരുമ്പോഴും മന്ദഹാസമാണ് വരിക. അപ്പം അതാവട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ലക്ഷ്യം. ഭഗവാൻ എങ്ങനെ ചിരിക്കുന്നു, എന്തുകൊണ്ട് ചിരിക്കുന്നു എന്ന് ചിന്തിക്കുക. ഭഗവാൻ ചിരിക്കുന്നത് ഭഗവാന്റെ ഉള്ളിലുള്ള ജ്ഞാനം കൊണ്ടാണ്. ജ്ഞാനികളൊക്കെ അങ്ങനെയാണ്. അറിവുള്ളവരൊക്കെ മറ്റുള്ളവരെ ഗുരുതരമായ പ്രശ്നങ്ങളിൽപ്പെട്ട് നിലവിളിക്കുകയും കരയുകയും ചെയ്യുമ്പോൾ അറിവുള്ളവർക്ക് മന്ദഹാസമായിരിക്കും. ഇതൊന്നും പേടിക്കാനില്ല എന്ന്, ഇപ്പം ശരിയാക്കാമെന്ന് പറയും. അല്ലേ? ചില വീട്ടുകളിൽ ഭാര്യമാർ ഓരോ പ്രശ്നങ്ങളുകൊണ്ട് ബഹളം വയ്ക്കുമ്പോഴും ഭർത്താക്കന്മാർ കൂളായിട്ട് ചിരിച്ച് ജ്ഞാനികളായി സ്ഥിതപ്രജ്ഞന്മാരായി നിൽക്കുമ്പോൾ അത് കൂടുതൽ അല്ലേ പ്രശ്നം വഷളാക്കും. സ്ത്രീകൾക്ക് കൂടുതൽ ഇറിറ്റേഷൻ കൂടി പാത്രമൊക്കെ എടുത്ത് എറിയും ചിലപ്പോൾ. കാരണം പുരുഷന്മാർക്ക് കുറെ കൂടി ഉയർന്ന വീക്ഷണം ഉണ്ടാവും. ലോകം കൂടുതൽ കണ്ടതുകൊണ്ടും മറ്റ് പല കഴിവുകളുള്ളത് കൊണ്ടും അവർക്ക് ആത്മവിശ്വാസം കൂടും, അറിവ് കൂടും. അപ്പോൾ അവർക്ക് ആ തലത്തിൽ അത് കാണാൻ കഴിയും. അത് കാണാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്ന, കിണറ്റിൽ കിടക്കുന്ന തവളകളായിരിക്കുന്ന അമ്മമാർക്കൊന്നും അറിയില്ല. അല്ലേ? നിങ്ങളുടെ കാര്യമല്ല കേട്ടോ, നിങ്ങളൊക്കെ എല്ലാം അറിയുന്നവരാണ്.
അപ്പോൾ കൂടുതൽ ദേഷ്യം വരും. എന്തായാലും ഇവിടെ ഭഗവാൻ ചിരിച്ചു എന്നാണ്. ശരണ്യ സംപ്രഹസ്യ മാ ബൈഷ്ട അഹമവിത, മാ ബൈഷ്ട ഭയപ്പെടണ്ട, അഹമവിത ഞാൻ രക്ഷിക്കാം, ഞാൻ രക്ഷകനായിട്ട് അവിത അസ്മി, അവിതാവായി ഭവിക്കുന്നു. അവിത എന്ന് പറഞ്ഞാൽ അവനം ചെയ്യുന്നവൻ. അവിതൃ ശബ്ദമാണ്. പിതാ മാതാ ധാത എന്നൊക്കെ പറയും പോലെ അവിതൃ ശബ്ദം അവിത. ഞാൻ അവിതാവാണ്, പേടിക്കണ്ട. ഇതി ആഹ എന്ന് പറഞ്ഞു. ഞാൻ രക്ഷിച്ചു കൊള്ളാം, നിങ്ങൾ ഭയപ്പെടണ്ട എന്നെല്ലാവരെയും ആശ്വസിപ്പിച്ചു എന്ന് പറയാം. സർവസ്യാന്തർബഹി സാക്ഷി കൃത്യാം മാഹേശ്വരീം വിഭുഃ വിജ്ഞായ തദ്വിഘാതാർത്ഥം പാർശ്വസ്ഥം ചക്രമാദിശത്. സർവസ്യാന്തർബഹി സാക്ഷി കൃത്യാം മാഹേശ്വരീം വിഭുഃ വിജ്ഞായ തദ്വിഘാതാർത്ഥം പാർശ്വസ്ഥം ചക്രമാദിശത്. സർവസ്യ അന്തഃ ബഹിഃ സാക്ഷി വിഭുഃ, എല്ലാറ്റിൻ്റെയും അകത്തും പുറത്തും സാക്ഷിയായിരിക്കുന്ന ഭഗവാൻ, സർവജ്ഞനായ ശക്തനായ ഭഗവാൻ അല്ലെ, എല്ലാവരുടെയും ഉള്ളിലും പുറത്തുള്ളവനാണ് ഭഗവാൻ, സാക്ഷിയാണ്. മാഹേശ്വരീം കൃത്യാം വിജ്ഞായ, ഈ വന്നിരിക്കുന്നത് ആരുടെ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട്, കാശിയിൽ നിന്ന് വരുന്ന മഹേശ്വരനാൽ അനുഗ്രഹിക്കപ്പെട്ട അയക്കപ്പെട്ട മഹേശ്വരന്റെ ഒരു കൃത്യയാണ്, ശക്തിയാണ്. നമ്മള് ബാണാസുരനുമായിട്ടുള്ള യുദ്ധത്തില് മാഹേശ്വര ജ്വരം യാദവ സൈന്യത്തോട് ഏറ്റുമുട്ടി. ആ സമയത്ത് ഭഗവാൻ വൈഷ്ണവ ജ്വരം കൊണ്ട് മാഹേശ്വര ജ്വരത്തെ ദഹിപ്പിച്ചു കളഞ്ഞു, തുരത്തി കളഞ്ഞു. അപ്പൊ അതുപോലെ ഇവിടെയും വീണ്ടും മാഹേശ്വരിയായിരിക്കുന്ന കൃത്യ വന്നിരിക്കുകയാണ്. പക്ഷേ മഹേശ്വരന്റെ അനുമതിയോട് കൂടിയിട്ടല്ല പൂർണ്ണമായിട്ട്. എങ്കിലും മഹേശ്വരൻ പറഞ്ഞു അബ്രഹ്മണ്യേ പ്രയോജിത എന്ന്. ഇവിടെ ബ്രഹ്മണ്യന്റെ നേരെ പ്രയോഗിച്ചു. അത് സുദക്ഷിണന്റെ കൊള്ളരുതായ്മയാണ്. എന്തായാലും ആ മാഹേശ്വരിയായിട്ടുള്ള കൃത്യയാണെന്ന് ഭഗവാൻ അറിഞ്ഞിട്ട് തദ്വിഘാതാർത്ഥം, അതിനെ നശിപ്പിക്കുവാനായിക്കൊണ്ട് പാർശ്വസ്ഥം ചക്രമാദിശത്ത്, തന്റെ സമീപത്തിരിക്കുന്ന ചക്രത്തോട് ആദേശം ചെയ്തു. ഭഗവാൻ ചതുരംഗം കളിക്കുന്നതുകൊണ്ട് തന്റെ ആയുധങ്ങളൊക്കെ താഴെ വെച്ചിട്ടുണ്ട്. അപ്പൊ ചക്രം അടുത്തിരിപ്പുണ്ട്. ചക്രം ഒരു ദേവത കൂടിയാണ്. അപ്പോൾ ഭഗവാന്റെ ഇംഗിതം മനസ്സിലാക്കും. ഭഗവാൻ ഒന്ന് നോക്കിയിട്ടേ ഉണ്ടാവുള്ളൂ, ഒന്ന് കണ്ണുകൊണ്ട് കടാക്ഷിച്ചിട്ടുണ്ടാവും. പോയിട്ട് വരൂ എന്നുള്ള ആജ്ഞയാണത്. തീർത്തേച്ചു വരൂ എന്ന് പറയും പോലെ ഭഗവാൻ ഒന്ന് നോക്കി ആ ചക്രത്തെ, പാർശ്വസ്ഥം ചക്രം ആദിശത്, തന്റെ സമീപത്തിരിക്കുന്ന ചക്രത്തെ ഭഗവാൻ നിയോഗിച്ചു എന്നർത്ഥം. ആ ചക്രം ഈ കൃത്തികയുടെ നേരെ പാഞ്ഞു ചെല്ലുന്നു. കൃത്തിക ഗത്യന്തരമില്ലാതെ തിരിച്ച് വന്നിടത്തേക്ക് തന്നെ പായുന്നു. തത്സൂര്യകോടി പ്രതിമം സുദർശനം ജാജ്വല്യമാനം പ്രളയാനലപ്രഭം സ്വതേജസാഖം കകുബോധരോദസി ചക്രം മുകുന്ദാസ്ത്രമദാഗ്നിമർദയത്. തത്സൂര്യകോടി പ്രതിമം സുദർശനം ജാജ്വല്യമാനം പ്രളയാനലപ്രഭം സ്വതേജസാഖം കകുബോധരോദസി ചക്രം മുകുന്ദാസ്ത്രമദാഗ്നിമർദയത്. തത് സുദർശന, ആ ഭഗവാന്റെ സുദർശന ചക്രം അതെങ്ങനെയുള്ളത്? സൂര്യകോട്ടി പ്രതിമം, കോടി സൂര്യ സമപ്രഭം എന്നർത്ഥം, ഉപമയായിട്ടുള്ളത്. അപ്പോൾ കോടി സൂര്യന്റെ തേജസ്സും ഉഷ്ണവും ഒക്കെ പ്രസരിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഭഗവാന്റെ സുദർശനം. പ്രളയാനലപ്രഭം, സംഹാരകാലത്തെ, പ്രളയകാലത്തെ അനലനെ പോലെ പ്രകാശിക്കുന്നത്, ലോകങ്ങളെ മുഴുവൻ ദഹിപ്പിക്കുന്ന പ്രളയാഗ്നിയെ പോലെ ജ്വലിക്കുന്നതും. സ്വതേജസ കകുബഃ ഖം രോദസി ജാജ്വല്യമാനം,
സ്വതേജസ തൻ്റെ തേജസ് കൊണ്ട്, തൻ്റെ പ്രകാശം കൊണ്ട്, കകുബഹ കകുപ്പുകൾ എന്നാൽ ദിക്കുകളെയും, ഖം ആകാശത്തെയും, രോദസി എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം, സ്വർഗം ഭൂമി ചേർത്തിട്ടുള്ള മൊത്തത്തിലുള്ള അന്തരീക്ഷത്തെയും, ജാജ്വല്യമാനം ജ്വലിപ്പിക്കുന്നതായിട്ടുള്ള മുകുന്ദാസ്ത്രം, മുകുന്ദന്റെ അസ്ത്രമാണ്, മോക്ഷദാതാവായ ആ ഭഗവാന്റെ ശ്രീകൃഷ്ണന്റെ അസ്ത്രമായിട്ടുള്ള ആ സുദർശനം. അഗ്നിം ആർദ്ദയത്, ഈ ദ്വാരകയിലേക്ക് വന്നതായ അഗ്നിയെ തിരിച്ച് പീഡിപ്പിച്ചു. ആർദ്ദയത് അർദ്ദിച്ചു, മർദ്ദിച്ചു, പീഡിപ്പിച്ചു എന്നർത്ഥം അല്ലേ. നാളിപ്പോ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ ഇടയിൽ ആകാശത്തു കൂടെ എന്താ തൃശ്ശൂർ പൂരത്തിനോ നെന്മാറ വേലയ്ക്കോ മുകളിൽ പോയി പൊട്ടുന്ന അമിട്ടുകളെക്കാളും അധികം എണ്ണത്തിലും വണ്ണത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും നക്ഷത്രങ്ങളെപ്പോലെ ജ്വലിച്ചുകൊണ്ട് പായുന്നതായിട്ടുള്ള കാഴ്ചകൾ അല്ലേ. അവസാനം ആ നിർത്തുന്നതിന് തൊട്ട് മുമ്പ് മറ്റ് പല രാജ്യങ്ങളുടെയും മുകളിലൂടെയൊക്കെ പോകാൻ തുടങ്ങി. ഖത്തറിലും മറ്റ് ദേശങ്ങളുടെയൊക്കെ മുകളിലൂടെ പോകാൻ തുടങ്ങി. കാരണം US ഇടപെട്ടപ്പോൾ US-ന്റെ താവളങ്ങളെ നശിപ്പിക്കാനായിട്ട് ഇറാൻ പ്രയോഗിക്കുന്ന മിസൈലുകൾ ഗംഭീരമായിരുന്നു കാണാൻ അല്ലേ. ആകാശത്തൂടെ ഇങ്ങനെ തലങ്ങും വിലങ്ങും ആരുടെ തലയിൽ വേണമെങ്കിൽ വീഴാമെന്നുള്ള മട്ടിൽ താഴ്ത്തുന്ന വീഡിയോ എടുക്കുന്നവർക്കൊക്കെ ഭയമുണ്ട്. എന്നാലും അവരെടുത്തു. വേറെ രക്ഷയില്ല. വീണാ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ഒരു കേവലം ഈ മിസൈലുകളൊക്കെ തന്നെ ഇങ്ങനെയാണെങ്കിൽ അല്ലേ, നമ്മുടെ ഭാരതത്തിൻ്റെ ബ്രഹ്മോസും വിഷ്ണുവും എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയുള്ളതാണ് അല്ലേ. അപ്പോൾ എന്തായാലും സൂര്യകോടി പ്രതിമം സുദർശനം ജാജ്വല്യമാനം പ്രളയാനലപ്രഭം സ്വതേജസാഖം കകുബോധരോദസി ചക്രം മുകുന്ദാസ്ത്രം അഗ്നിമാർദ്ദയത്. ആ കൃത്തികയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. കൃത്യാനല പ്രതിഹതസരധംഗബാണേ അസ്ത്രൗജസാ നൃപസഭഗ്നമുഖോ നിവൃത്തഃ വാരാണസീം പരിസമേത്യ സുദക്ഷിണം തം സർത്തിഗ്ജനം സമദഹത് സ്വകൃതോ വിചാരഃ. കൃത്യാനല പ്രതിഹതസരധംഗബാണേ അസ്ത്രൗജസാ നൃപസഭഗ്നമുഖോ നിവൃത്തഃ വാരാണസീം പരിസമേത്യ സുദക്ഷിണം തം സർത്തിഗ്ജനം സമദഹത് സ്വകൃതോ വിചാരഃ. രഥാംഗബാണേ അസ്ത്രൗജസാ, ആ ശാർംഗപാണി അല്ലെങ്കിൽ ചക്രപാണി, രഥാംഗപാണി ചക്രപാണി, ആ ചക്രപാണിയുടെ അസ്ത്ര ഊജസ അസ്ത്രത്തിന്റെ ശക്തി കൊണ്ട് പ്രതിഹത ഭഗ്നമുഖ സഹ കൃത്യാനല, ആ കൃത്യാഗ്നി ഭഗ്നമുഖ മുഖം, അതിൻ്റെ മുഖം നശിപ്പിക്കപ്പെട്ടു. പ്രതിഹത തടയപ്പെട്ടതുമായി. ആരാൽ? സുദർശനത്താൽ. സുദർശന തേജസ് കൊണ്ട് ദ്വാരകയിലേക്ക് പ്രവേശിക്കുന്നതിന് വഴി തടസ്സമുണ്ടാക്കി. പ്രതിഹനിക്കപ്പെട്ടു, തിരിച്ചയക്കപ്പെട്ടു, അതിൻ്റെ മുഖം നഷ്ടപ്പെട്ടു, അതിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു. ഇനി ആരെയും ഉപദ്രവിക്കാൻ കഴിവില്ലാതായി, ന്യൂട്രലൈസ് ചെയ്തു എന്നർത്ഥം അല്ലേ. ഇപ്പോഴത്തെ ഈ മിസൈലുകളൊക്കെ പലതും അങ്ങനെയുള്ളതാണ്. എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെ കൊണ്ട് നമ്മുടെ ഭാരതത്തിൽ ആകാശ് എന്നോ എന്തൊക്കെയാണ് അതിൻ്റെ പേരുകൾ, മിസൈലുകൾ. അപ്പോൾ അവിടുന്ന് വരുന്നതിന് തിരിച്ച് നിഷ്പ്രഭമാക്കി അതിൻ്റെ ശക്തിയെ നശിപ്പിച്ചിട്ട് അത് തിരിച്ച് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് വീഴും. ചിലപ്പോൾ നിരുപദ്രവമായിട്ട് വീഴും, ചിലപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും ഉപദ്രവിച്ചുകൊണ്ടും വീഴും. അപ്പോൾ അതുപോലെ ഇവിടെ ഭഗവാന്റെ സുദർശനം ഈ കൃത്യയെ നശിപ്പിച്ച്, അതിൻ്റെ മുഖം നശിപ്പിച്ച് അല്ലേ. സകൃത്യാനലഹ, ആ കൃത്യാനലൻ നിവൃത്തഃ മടങ്ങേണ്ടി വന്നു. എങ്ങനെ മടങ്ങിയിട്ട്? വാരാണസിയും പരിസമേത്യ സർത്തിഗ്ജനം തം സുദക്ഷിണം സ്വകൃതഃ സഹ അഭിചാരഃ സമദഹത്. വാരാണസിയും പരിസമേത്യ
അത് വാരാണസിയിലേക്ക് മടങ്ങിയെത്തിയിട്ട് തിരിച്ചെത്തിയിട്ട് സഋത്വിഗ്ജനം തം സുദക്ഷിണം, അവന്റെ പുരോഹിതന്മാരോടുകൂടി ആ സുദക്ഷിണനെ, കാശിരാജാവിന്റെ മകനെ, സ്വകൃത സഹ അഭിചാരഃ സമദഹത്, അവൻ ചെയ്ത അവന്റെ അഭിചാരം തന്നെ അവനെ ദഹിപ്പിച്ചു. അവൻ അയച്ച അഭിചാരകൃത്യ അവനെ തന്നെ ദഹിപ്പിച്ചു എന്നർത്ഥം. സുദർശനം വേണ്ടി വന്നില്ല അവനെ ദഹിക്കാൻ. അവൻ പ്രയോഗിച്ച അതേ മാരകമായ അഭിചാരകൃത്യ തിരിച്ചു വന്ന് അവനെ ദഹിപ്പിച്ചു. അതിലേക്ക് സുദർശനം അവനെ ഭയപ്പെടുത്തി ഇങ്ങോട്ട് അയച്ചു എന്ന് മാത്രമേ ഉള്ളൂ, തിരിച്ചയച്ചു എന്നേ ഉള്ളൂ. സുദർശനം നേരിട്ട് ആക്രമിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഇതുപോലെയാണ് ഇന്നത്തെ കണ്ടുപിടുത്തങ്ങളൊക്കെ അല്ലേ. ഇന്ന് കണ്ടുപിടിക്കാൻ പോകുന്നതായിട്ടുള്ള ഈ ആധുനികങ്ങളായിട്ടുള്ള പല മിസൈലുകളെയും അതുപോലെ തന്നെ അതിനെയൊക്കെ തടയുന്നതായിട്ടുള്ള മെക്കാനിസങ്ങളാണെങ്കിലും ഒക്കെ ഭാവനയിൽ വിരിയണമെങ്കിൽ ഏത് കാലത്ത്, നൂറ്റാണ്ടുകൾ, ആയിരത്താണ്ടുകൾ മുമ്പേ അന്നേ ഉണ്ട് ഈ ഭാവനയൊക്കെ എന്ന് പറയാം അല്ലേ. അന്ന് ഭാവനയിലുള്ളതേ എന്നുള്ളൂ. അന്ന് ഇതിൻ്റെ ടെക്നോളജിയും ഉണ്ടായിരുന്നു. എന്തൊക്കെ അസ്ത്രങ്ങൾ എങ്ങനെയൊക്കെ പ്രയോഗിക്കണം, അതിനെ എങ്ങനെ തടയണം, ആ ടെക്നോളജികളാണ് ആ അസ്ത്രങ്ങൾക്ക് മന്ത്രം ഉപദേശിക്കുന്നത്. പക്ഷെ അത് കാലം കൊണ്ട് ഉപദേശിക്കാതെയായി. എന്തുകൊണ്ട്? അത് ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ കിട്ടിയാൽ അടക്കമില്ലാത്തവരാണ് ഇന്നത്തെ ലോകം പോലെ അല്ലേ. ഇന്നിപ്പോൾ നമ്മൾ അസുര സ്വഭാവമുള്ള ആളുകളാണ്. അവരവർ നശിച്ചാലും കുഴപ്പമില്ല, മറ്റുള്ളവർ നശിക്കണം. അവസാനത്തെ കൈക്ക് അതും ചെയ്യും. അണുബോംബ്, ആറ്റം ബോംബൊക്കെ ഇടും. നമ്മൾ നശിച്ചാലും കുഴപ്പമില്ല, ശത്രുക്കളെ നശിപ്പിച്ച ശേഷം നമുക്ക് നശിക്കാം എന്ന് ഒരുമ്പെട്ട് ജീവിതത്തിൽ കൊതിയില്ലാത്ത, ജീവിതത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാത്ത, എല്ലാവർക്കും ആനന്ദമായി ജീവിക്കാൻ ഇവിടെ സുഖമായി കഴിയും എന്നുള്ള സാഹചര്യമുണ്ടായിട്ടും ഇത്രയെല്ലാം ഭൗതികമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും ഡെവലപ്മെൻറ്റ്സും എല്ലാം ഉണ്ടായി. അതിനെ വേണ്ട പോലെ ഉപയോഗിച്ചാൽ എല്ലാവർക്കും സുഖമായിട്ട് കഴിയാവുന്നതാണ്. പക്ഷേ ഓരോരുത്തരുടെയും മൂഢത്തരങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങൾ, മതഭ്രാന്തുകൾ, ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ആയുധങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത്. അപ്പം അന്ന് ഈ ആയുധങ്ങളുടെ ടെക്നോളജി കൈമാറ്റം ചെയ്യപ്പെടാതിരുന്നതാണ് കാരണം. വരും തലമുറകൾ ഇതുപോലെ നിയന്ത്രണമുള്ളവരായിരിക്കില്ല, ആത്മനിയന്ത്രണമുള്ളവരല്ല. കാലേനേഹ മഹതാ യോഗോ നഷ്ടഃ പരന്തപ. മഹതാകാലേന, കാലം കഴിയുന്തോറും മനുഷ്യരുടെ മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ധാർമ്മിക ബോധമെല്ലാം നശിച്ച് എല്ലാ രംഗത്തും സ്വാർത്ഥതയും അല്ലേ എല്ലാം വർദ്ധിച്ചു വന്ന് എല്ലാം നശിച്ചു പോകും. അപ്പം അങ്ങനെയുള്ളവരുടെ കയ്യിൽ ഇങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ പെട്ടുപോയാൽ ഈ ലോകം നിലനിൽക്കില്ല. അത് അധാർമികമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ പൂർവീകർ ഇതിൻ്റെയൊക്കെ ശാസ്ത്രങ്ങൾ അവർ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് രഹസ്യങ്ങളായിട്ട്. അതൊന്നും പക്ഷെ ഇന്നത്തെ ഉള്ള ആളുകൾക്ക് വായിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും ഉള്ള കഴിവില്ല. അതുകൊണ്ട് ഒന്നും ഇവിടെ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പം നമ്മളിതൊക്കെ പറയുമ്പോൾ നമ്മൾ പിന്തിരിപ്പന്മാർ എന്ന് മുദ്ര കുത്തുകയും ചെയ്യും. ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് പറയുന്നു എന്നൊക്കെ നമ്മളെ ലേബൽ കുത്തിയിട്ട് പരിഹസിക്കും. അതാണ് ഇന്നത്തെ കാലം. അപ്പോൾ എന്തായാലും അന്നത്തെ അവൻ ചെയ്ത അഭിചാരം അവനെ തന്നെ തിരിച്ചടിച്ചു. അത് ഭഗവാന്റെ നേരെ, ബ്രഹ്മണ്യനായ ഭഗവാന്റെ നേരെ പ്രയോഗിച്ചതുകൊണ്ട് അവന്റെ നാശത്തിന് കാരണമായി എന്നർത്ഥം. വാരാണസിയെ ദഹിപ്പിച്ചു. ചക്രം ച വിഷ്ണോസ്തദനുപ്രവിഷ്ടം വാരാണസീം സാട്ടസഭാലയാപണാം സഗോപുരാട്ടാലകോഷ്ടസങ്കുലാം സകോശഹസ്ത്യശ്വരദാന്നശാലാം. ചക്രം ച വിഷ്ണോസ്തദനുപ്രവിഷ്ടം വാരാണസീം സാട്ടസഭാലയാപണാം സഗോപുരാട്ടാലകോഷ്ടസങ്കുലാം സകോശഹസ്ത്യശ്വരദാന്നശാലാം. ദഗ്ധ്വാ വാരാണസീം സർവാം
വിഷ്ണോശ്ചക്രം സുദർശനം ഭൂയഃ പാർശ്വമുപാതിഷ്ഠത് കൃഷ്ണസ്യാക്ലിഷ്ടകർമ്മണഃ ദഗ്ധ്വാ വാരാണസീം സർവാം വിഷ്ണോശ്ചക്രം സുദർശനം ഭൂയഃ പാർശ്വമുപാതിഷ്ഠത് കൃഷ്ണസ്യാക്ലിഷ്ടകർമ്മണഃ. അപ്പോ അതിനുശേഷം തദനു എന്ന് പറയുന്നുണ്ട്. തദനു വിഷ്ണോഹോ ചക്രം ച, ഭഗവാൻ വിഷ്ണുവിന്റെ ചക്രം വാരാണസീം പ്രവിഷ്ടം, അത് വാരാണസി നഗരത്തെ പ്രവേശിച്ചു. ഈ കൃത്യയെ നശിപ്പിച്ച ശേഷം, കൃത്യയും സുദക്ഷണനെയും ഒക്കെ നശിപ്പിച്ച ശേഷം വാരാണസി പുരിയിലേക്ക് തന്നെ പ്രവേശിച്ചു. എന്നിട്ട് സാട്ട സഭാലയ ആപണ, അട്ടങ്ങൾ എന്ന് പറഞ്ഞാല് മട്ടുപ്പാവുകൾ, ബാൽക്കണികൾ ഒക്കെയാണ് അട്ടങ്ങൾ, ഉയർന്ന കെട്ടിടങ്ങൾ. അങ്ങനെയുള്ള അട്ടങ്ങളെയും സഭാലയം, സഭാമണ്ഡപങ്ങൾ, ഇപ്പൊ സഭാമണ്ഡപങ്ങളെയും അതുപോലെ ആപണം എന്ന് പറഞ്ഞാൽ അങ്ങാടി വീഥികൾ, അല്ലെങ്കിൽ സഭാ ആലയം രണ്ടായി പറയാം. സഭകളെയും ആലയങ്ങൾ ഗൃഹങ്ങളെയും, ആപണങ്ങൾ എന്നാൽ അങ്ങാടികൾ, തെരുവുകൾ, കച്ചവട സ്ഥാപനങ്ങൾ, അതിനെയുമെല്ലാം. ഒപ്പം സഗോപുര ആട്ടാലക കോഷ്ടസങ്കുലാം വാരാണസീം ദഗ്ധ്വാ എന്നാണ്, വാരാണസിയെ ദഹിപ്പിച്ചിട്ട്. അപ്പൊ സഗോപുര ആട്ടാലക കോഷ്ടസങ്കുല, ഗോപുരങ്ങൾ ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള ഗോപുരദ്വാരങ്ങൾ, ആ ഗോപുരങ്ങളെയും കോഷ്ടങ്ങൾ എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥാനങ്ങൾ, അട്ടാലകങ്ങൾ ഒക്കെ മാളികകൾ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥാനങ്ങൾ, ഇതിനെയെല്ലാതും സങ്കുലം നിറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന സകോശ ഹസ്തി അശ്വരഥാന്നശാല. കോശം എന്നാൽ ധാന്യപ്പുരകൾ, കോശങ്ങൾ, ധാന്യപ്പുരകൾ അഥവാ പത്തായങ്ങൾ. ഇവിടെ വലിയ വലിയ ധാന്യപ്പുരകൾ ഉണ്ടാവും, മണ്ടികൾ ഉണ്ടാവും അല്ലേ? ഒരു രാജ്യത്തെ കൃഷി ചെയ്ത ധാന്യങ്ങൾ മുഴുവൻ സംഭരിക്കുന്നതായിട്ടുള്ള വലിയ വലിയ ഗോഡൌണുകൾ, അതാണ് കോശം എന്ന് പറയുന്നത്. അപ്പൊ സകോശ ഹസ്തി, ഹസ്തി ആനകള്, അശ്വം കുതിരകള്, രഥങ്ങള്, അന്നശാല ഭോജനശാലകള്. അപ്പോൾ എല്ലാം അവിടുത്തെ സർവ്വതും നശിപ്പിക്കുകയാണ്. സകോശ ഹസ്ത്യശ്വരഥാന്നശാലാം വാരാണസീം സർവാം ദഗ്ധ്വാ, വാരാണസിയെ മുഴുവൻ ദഹിപ്പിച്ചിട്ട് ആ സുദർശന ചക്രം എന്ത് ചെയ്തു? വിഷ്ണോഹോ ചക്രം സുദർശനം ഭൂയഃ പാർശ്വമുപാതിഷ്ഠത് കൃഷ്ണസ്യാക്ലിഷ്ടകർമ്മണഃ. അക്ലിഷ്ടകർമ്മണഃ കൃഷ്ണസ്യ, ഭഗവാന് ഒരു കർമ്മവും ക്ലിഷ്ടമല്ല. ക്ലിഷ്ടം എന്നാൽ ക്ലേശഭൂയിഷ്ടം, ക്ലേശം നിറഞ്ഞത് ക്ലിഷ്ടം. ഭഗവാന് ഏതെങ്കിലും കർമ്മം വല്ല പ്രയാസമുണ്ടോ? അതുകൊണ്ടാണ് ഭഗവാനെ അക്ലിഷ്ടകർമ്മ എന്ന് പറയുന്നത്. ഒരു കർമ്മവും പ്രയാസമില്ല, അനായാസേന തൻ്റെ ഇച്ഛ കൊണ്ടെല്ലാം ചെയ്യുന്നവൻ. ഭഗവാന്റെ ഇച്ഛയെ പ്രതിരോധിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം. അപ്പൊ ഭഗവാന് ഒരു കർമ്മവും ആരും തടയാൻ പറ്റാത്തതാണ്, ക്ലിഷ്ടമല്ലാത്തതാണ്, അക്ലിഷ്ടമാണ്. അപ്പൊ അക്ലിഷ്ടകർമ്മണ കൃഷ്ണസ്യ പാർശ്വം ഉപാതിഷ്ഠത് ഭൂയഃ. വീണ്ടും ആ സുദർശനം ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടില് ആ ചൂത് കളിക്കുന്ന ഭഗവാൻ അവിടുന്ന് അനങ്ങിയിട്ടൊന്നുമില്ല. ഭഗവാൻ പിന്നാലെ വന്ന് നോക്കട്ടെ എന്തായി, സുദർശനം പണിയെടുക്കുന്നുണ്ടോ? ഭഗവാന് സുദർശനത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം താൻ തന്നെയാണ് സുദർശനം. തൻ്റെ അംശം, തൻ്റെ വിഭൂതി, തൻ്റെ ശക്തി, അത് തന്നെയാണ് സുദർശനം. അപ്പോൾ ഭഗവാന് സുദർശനത്തെ അയച്ചു കഴിഞ്ഞാൽ സുദർശനം എന്ത് ചെയ്തിട്ട് വരും എന്നുള്ളത് വേറെ ആരും റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഭഗവാനും നേരിൽ പോയി കാണേണ്ട ആവശ്യമില്ല, തൻ്റെ അംശം തന്നെയാണ്. അവസാനത്തെ ശ്ലോകം ചൊല്ലി സമർപ്പിക്കാം. യേനം ശ്രാവയേന്മർത്യഃ ഉത്തമശ്ലോകവിക്രമം സമാഹിതോ വാ ശൃണുയാത് സർവപാപൈഃ പ്രമുച്യത്തെ.
യേനം ശ്രാവയേന്മർത്യഃ ഉത്തമശ്ലോകവിക്രമം സമാഹിതോ വാ ശൃണുയാത് സർവപാപൈഃ പ്രമുച്യതേ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ പൗണ്ഡ്രകവധോ നാമ ഷഷ്ഠിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. അപ്പോൾ അങ്ങനെ കാശി രാജ്യം മുഴുവൻ ദഹിപ്പിച്ചു. ഭഗവാന്റെ സുദർശന ചക്രം ഭഗവാന്റെ അടുത്ത് ചെന്ന് സേവിച്ചു വീണ്ടും എന്ന് പറഞ്ഞു. ആ കഥയെ ഫലശ്രുതിയോടുകൂടി ഉപസംഹരിക്കുകയാണ് ഈ അവസാനത്തെ ശ്ലോകത്തിൽ. യ ഏനം ശ്രാവയേന്മർത്യഃ ഉത്തമശ്ലോകവിക്രമം സമാഹിതോ വാ ശൃണുയാത് സർവപാപൈഃ പ്രമുച്യതേ. ഇപ്പോൾ ഭഗവാന്റെ ഉത്തമ ശ്ലോകന്റെ വിക്രമം, പരാക്രമം, കീർത്തിക്കപ്പെടാൻ ഏറ്റവും യോഗ്യനായിരിക്കുന്ന ഭഗവാന്റെ പരാക്രമത്തെ ഏനം യഹ മർത്യഃ ശ്രാവയേത്, ഏതൊരു മനുഷ്യനാണോ മറ്റുള്ളവരെ കേൾപ്പിക്കുന്നത്, കേൾപ്പിക്കുന്നതിലും വലിയ പുണ്യമാണ് എന്ന് പറയാം. സ്വയം കേൾക്കുന്നതും അതുപോലെ തന്നെ കേൾപ്പിക്കുന്നതും എന്ന് താല്പര്യം. കേൾക്കുന്നതും പുണ്യം തന്നെ, കേൾപ്പിക്കുന്നതും. ശ്രാവയേ സമാഹിത ശൃണുയാത്. അവിടെ ഉണ്ട് സമാഹിത ശൃണുയാത്. നല്ല ഏകാഗ്രതയോടെ, ശ്രദ്ധയോടെ, വിനയത്തോടെ ആരാണോ ഈ കഥയെ ശ്രവിക്കുന്നത്, ശൃണുയാത്, കേൾപ്പിക്കുക, കേൾക്കുക, രണ്ടു കൂട്ടരും, പറയുന്നവനും കേൾക്കുന്നവനും, സർവപാപൈഃ പ്രമുച്യതേ, എല്ലാ പാപങ്ങളിൽ നിന്നും പ്രകർഷേണമുച്യതേ, നന്നായി ശുദ്ധരായിത്തീരുന്നു. അപ്പോൾ പൗണ്ഡ്രകൻ എന്ന ദേഹാഭിമാനം പോയാൽ, കാശിരാജാവെന്ന അഹങ്കാരം, കാശീപുരി എന്ന അഹങ്കാരം പൂർണ്ണമായി ദഹിച്ചു പോകും. അതിന് കാരണം സുദർശനമാണ്, അല്ലേ? സുദർശനം കൊണ്ട് ദേഹാഭിമാനത്തെ, പൗണ്ഡ്രകൻ എന്നത് ദേഹാഭിമാനമായിട്ടും കാശി എന്നത് അഹങ്കാരമായിട്ടും, കാശീപുരി എന്ന് പറയുന്നത് അഹങ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ സൗകര്യങ്ങളായിട്ടും മമത്വത്തിന് ആസ്പദമായിരിക്കുന്ന വസ്തുക്കൾ, അതൊക്കെ ഈ സുദർശനം കൊണ്ട് ദഹിച്ചു പോയി. ഇപ്പോൾ ഭഗവാൻ മാത്രം ശേഷിക്കുന്നു. ഭഗവാനെ സേവിക്കുന്നു സുദർശനം. നമ്മളും ആ സുദർശനം കൊണ്ട് ഭഗവാനെ സേവിക്കുക എന്ന് പറഞ്ഞാലോ, സുദർശനം എന്നാൽ ശരിയായ ദർശനം തന്നെയാണ്, സമ്യക് ജ്ഞാനമാണ്, യഥാർത്ഥ അറിവാണ്. ആ അറിവ് ഭഗവാനെ സേവിക്കാനുള്ളതാണ്, അല്ലാതെ നമ്മുടെ അഹങ്കാരത്തെ വളർത്താനുള്ളതല്ല. നമ്മിലെ പൗണ്ഡ്രകനെ വളർത്തുകയല്ല വേണ്ടത്, നമ്മിലെ വാസുദേവനെ ആശ്രയിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു കഥയെക്കുറിച്ച് അങ്ങനെയും ചിന്തിച്ചാൽ നമ്മുടെ അഹങ്കാരം പരിപൂർണമായി തീർന്ന് നശിച്ച് നമ്മൾ വാസുദേവ ഭക്തന്മാരായി, ഭഗവത് സേവാനിരതന്മാരായി, നമ്മുടെ അറിവും കഴിവും പ്രവൃത്തികളും എല്ലാം തന്നെ ഭഗവാന് സമർപ്പിക്കുന്നു. അങ്ങനെ അവർ സർവ്വപാപങ്ങളിൽ നിന്നും പ്രമുച്യതേ, നന്നായി മുക്തരായിത്തീരുന്നു. ഈ ഒരു ദർശനം കിട്ടിയിട്ടുള്ളവർക്ക് പാപം ചെയ്യാൻ സാധിക്കില്ല. പഴയ ശീലം കൊണ്ട്, ആവേഗം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചു പോയാലും
അവർക്ക് പശ്ചാത്താപം ഉടനെ ഉണ്ടാവുകയും ഉടനെ തിരുത്തുകയും പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്യും. അതാണ് ഈ ഒരു അറിവിൻ്റെ ഗുണം. പെട്ടെന്ന് തിരുത്താനും പ്രായശ്ചിത്തം ചെയ്യാനും ഉള്ള ഒരു മനസ്സ് ഈ അറിവ് കൊണ്ട് ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള ഭഗവാനെ സംബന്ധിച്ചതായിട്ടുള്ള അറിവ് എല്ലാവരുടെ ഉള്ളിലും എപ്പോഴും പ്രകാശിക്കട്ടെ. എല്ലാവരുടെ ജീവിതവും ഭഗവാന്റെ സേവയായി മാറട്ടെ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുകൃഞ്ഞകരണേ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഇവിടെ ഉപസംഹരിക്കുന്നു. പൗണ്ഡ്രകവധം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഇനിയും അടുത്ത അധ്യായങ്ങളിൽ ബലരാമസ്വാമിയുടെ ലീലകളാണ്. ദ്വിവിധൻ എന്ന വാനരനെ വധിക്കുന്നതാണ് അടുത്ത അധ്യായം. അത് കഴിഞ്ഞ് ബലരാമസ്വാമി ഹസ്തിനപുരത്തിൽ ചെന്ന് ഭഗവാന്റെ പുത്രൻ സാമ്പന്റെ വിവാഹം നടത്തി തിരിച്ചു വരുന്ന ദുര്യോധനപുത്രിയായ ലക്ഷ്മണയെ സാമ്പനെ വിവാഹം കഴിപ്പിച്ച് മടങ്ങി വരുന്ന വിജയകഥ. ഇതെല്ലാമാണ് ഇനി വരാനിരിക്കുന്നത്. നമുക്ക് സപ്താഹത്തിന് ശേഷം കാണാം. ഇപ്പോൾ ഒരു ചെറിയ വിരാമം അല്ലേ? ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പോൾ അവിടെ റേഞ്ചൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ലൈവ് ചെയ്യാൻ നോക്കാം. ആ ഭാഗത്ത് റേഞ്ച് എങ്ങനെയുണ്ടെന്ന് അറിയില്ല, നോക്കിയിട്ട് ചെയ്യാം. അയ്യോ, തിരുവല്ലാമല കണിയാർകോട് ഗായത്രിപ്പുഴയിലെ ബണ്ടിൻ്റെ അടുത്ത്. ഓ ഹരിയോ. ശരി.